റിയൽ ഇഷ്യൂ ഓഫ് മുംബൈ ഇന്ത്യൻസ് ഇസ് കയറൻ പൊള്ളാട്ട്. അദ്ദേഹത്തെ പോലൊരു ഫിനിഷറെ 2022 ശേഷം അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയുള്ള ഒരു താരത്തെ മുംബൈക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചേസിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് അതിനെ എഫക്റ്റീവ് ആക്കാൻ കരൺ പൊള്ളാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു താരം. അതായത് ആ ഒരു കാലഘട്ടം എടുത്ത് നോക്കിയാൽ ധോണി ഫിനിഷ് ചെയ്യുന്നത് പോലെ തന്നെ കരൺ പൊള്ളാടും മുംബൈക്ക് ഒരുപാട് വലിയ മത്സരങ്ങൾ ഫിനിഷ് ചെയ്ത് വിജയങ്ങൾ നൽകിയിട്ടുണ്ട്. ഏറെ നിർണായകമായ 2 ഫൈനലിൽ മുംബൈ തുടക്കത്തിൽ ബാറ്റിംഗ് കൊളാപ്സ് ആയപ്പോഴും കരൺ പൊള്ളാട്ട് അവിടെ സമർത്ഥമായി നിന്ന് ഒരു 49 ഒരു 50 അടിച്ചും മുംബൈക്ക് വലിയ വിജയം നേടിക്കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അതായിരുന്നു മുംബൈയും പൊള്ളാടും തമ്മിലുള്ള ബന്ധം. ആ ആത്മബന്ധം നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് 2022 ഇനി തങ്ങളെ നിലനിർത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും ടീം വിടാതെ അവിടെ വിരമിച്ചുകൊണ്ട് IPL നിന്നും വിട്ടുമാറി നിന്ന താരമാണ്. IPL ഒഴിച്ച് മുംബൈയുടെ ബാക്കി എല്ലാ ഫ്രാഞ്ചൈസ് ലീഗുകളിലും മുംബൈയുടെ ഭാഗം തന്നെയാണ് കരൺ പൊള്ളാട്ട്. പക്ഷേ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുവാൻ ടിം ഡേവിഡൊക്കെ വന്നത് നമ്മൾ കണ്ടു. ഷെഫേർഡിനെ കൊണ്ടുവന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇവരെ രണ്ടുപേരെയും RCBക്ക് കൈമാറ്റം നടത്തി മുംബൈ വലിയൊരു വിഡ്ഢിത്തം കാണിച്ചു. നമ്മൻതീറിനെ അവിടെ നിലനിർത്തുന്നതിന് പകരം നെഹാൽ വധേരയ്ക്ക് പുറകെ മുംബൈ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ചരിത്രം വേറെയായേനെ. കൈവിട്ട് കളഞ്ഞ താരങ്ങളെ ഓർത്ത് മുംബൈ ഇപ്പോൾ ദുഃഖിക്കുകയാണ്. കാരണം പകരമെത്തിയവർക്ക് ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. വിട്ടുകളഞ്ഞ ക്യാപ്റ്റനാണെങ്കിലോ അദ്ദേഹം വലിയ സമർത്ഥനായിരുന്നു. മുംബൈ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിൽ നിന്നും മാറ്റി തിരിച്ച് രോഹിത് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തത് 2 ICC ട്രോഫികളാണ്. അതായത് തനിക്ക് നൽകിയ ബിലോ ആവറേജ് ടീമിനെ വരെ കൊണ്ട് ഒരു എലിമിനേറ്റർ വരെ എത്തി അവിടെ നിന്ന് ക്വാളിഫയർ സെക്കൻഡിലോട്ട് വരെ എത്തിയ ടീമാണ് മുംബൈ. അന്ന് മുംബൈയുടെ ബോളിംഗ് നിരയൊക്കെ ഏറെ ദുർബലമായിരുന്നു. സോ മുംബൈ ഇന്ത്യൻസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ലൊരു ക്യാപ്റ്റനെയും നല്ലൊരു ഫിനിഷറെയും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്.